ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനവുമായി നമ്മുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവരെന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തിയെ ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. യിരെമ്യാവിനെ കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്ന, അല്ലെങ്കിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കരയുന്ന പ്രവാചകനാണ്. യിരെമ്യാ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്: കരയാൻ കണ്ണിൽ കണ്ണുനീരും തലയിൽ ഉറവകളും തന്നെ അനുഗ്രഹിക്കണമേ. യിരെമ്യാ പ്രവാചകന്റെ പ്രവചനം ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് തൻ്റെ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചക ശുശ്രൂഷകനായിട്ടാണ് യിരെമ്യാവിനെ നാം അറിയുന്നത്. താൻ തൻ്റെ ജനത്തിനു വേണ്ടി ശക്തമായി വാദിക്കുമ്പോഴും തൻ്റെ ജനത്തിനു വേണ്ടി ഇടിവി നിൽക്കുമ്പോഴും തനിക്ക് സ്നേഹപൂർണ്ണമുള്ള കരുതലോ പ്രോത്സാഹനമോ കിട്ടിയില്ല. മറിച്ച് നിന്ദയും പഴിയും പരിഹാസവും അടിയും ഇടിയും ആണ് കിട്ടിയതെങ്കിലും ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവചന ശുശ്രൂഷയെ കൃത്യമായി ജനത്തോട് അറിയിക്കുന്നതിൽ താൻ വിശ്വസ്തനായിരുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ പിന്മാറ്റത്തിൽ, തൻ്റെ ജനത്തിൻ്റെ ദൈവവിശ്വാസത്തിലുള്ള അവരുടെ അപജയത്തിൽ, അവരുടെ ജീവിതത്തിൽ വന്നുഭവിച്ച ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ച് യിരെമ്യാ പ്രവാചകൻ ദൈവസന്നിധിയിൽ കരയുമ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ദൈവം പറയുന്നതും അതിന് പരിഹാരവും വരുത്തുന്നുണ്ട്. ജനത്തിനു വേണ്ടി കരയുന്ന പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം വായിച്ചത്. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അപ്പൊ ദൈവജനത്തിൻ്റെ വിടുതലിനു വേണ്ടി ദൈവം അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഞാനൊരു നിയമം ചെയ്യും. ആമേൻ. നമ്മുടെ ദൈവം നന്മ ചെയ്യുന്നവനാണ്. നന്മയൊന്നും, ആമേ സ്തോത്രം, തിന്മകളെല്ലാം മാറ്റി നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയും, ഞാൻ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിൽ നിന്ന് അവരകന്നു പോയപ്പോഴും എന്നെ ആരാധിക്കുന്നതിലും എന്നെ പിന്തുടരുന്നതിലും എൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവരും പ്രമാണിക്കാതെ ഇരുന്നിട്ടും അവർ മടങ്ങി വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രവാചകന്റെ പ്രവചന ശബ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ദൈവം പറയുകയാണ്, കഴിഞ്ഞകാല ജീവിതങ്ങളെ ഞാൻ മറന്ന് അവർക്ക് നന്മ ചെയ്യും. അതുമാത്രമല്ല, എന്നിലുള്ള ഭക്തി അവർ വിട്ടുപിരിയാതിരിപ്പാൻ, ആമേൻ, ഞാൻ എൻ്റെ ഭക്തിയെ അവരുടെ ഹൃദയങ്ങളിലാക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദൈവശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം തിന്മകളെ ചെയ്യുന്ന ദൈവമല്ല. കരയുന്നവരോടുകൂടെ കരയുവാനും, താഴ്ചയിലിരിക്കുന്നവരെ തേടി വരുവാനും, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാനും, ബലപ്പെടുത്തുവാനും, ശക്തിപ്പെടുത്തുവാനും, ആശ്വസിപ്പിക്കുവാനും കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു ദൈവത്തെ അറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എത്ര നല്ലവനാണ്. ഞാൻ എൻ്റെ ജനത്തിന് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവരോടൊരു ശാശ്വത നിയമം ഉറപ്പിക്കും. കാരണം തിന്മ ചെയ്യുന്നവനല്ല ദൈവം. അവൻ നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് വന്നു ഭവിക്കുന്ന എല്ലാ തിന്മകളും, ഇന്ന് വന്നു ഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രതിസന്ധികളും നാളെ നന്മയ്ക്കായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഈ വചനം നമ്മളെ ഉറപ്പിക്കുന്നു. എൻ്റെ പ്രിയരെ, മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ, ഈ 2025 ഈ കാലഘട്ടം ഏറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞതാവാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ സന്തോഷമായി മുന്നോട്ട് പോയില്ലെന്ന് വരാം.
ലോകം മുഴുവൻ അസമാധാനത്വത്തിലേക്കും വെല്ലുവിളികളിലേക്കും ഭയങ്കരമായ പോരിൻ്റെ നടുവിലേക്കും എറിയപ്പെടുമ്പോൾ അതിൻ്റെ നടുവിലും ഞാനും നിങ്ങളും ജീവിക്കുകയാണ്. എന്നെയും നിങ്ങളെയും കരുതുവാൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടി വേണ്ടതെല്ലാം നൽകിത്തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ ആമേൻ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം പറയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജനത്തെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഒരു ശാശ്വത നിയമം ദൈവം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഏവനും ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ആമേൻ. ദൈവവചനത്തിലൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലും അനുഗ്രഹിക്കപ്പെടാതെ പോകുകയില്ല. സ്തോത്രം. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, എന്നാൽ ഈ ദൈവത്തിൻ്റെ പിന്നാലെ നാം സഞ്ചരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ മറികടന്നു പോകുന്നവനല്ല ദൈവം എന്ന കാര്യത്തിൽ നാം ആകുലപ്പെടരുത്. നമ്മുടെ ആവശ്യങ്ങളോട്, നമ്മുടെ അത്യാവശ്യങ്ങളോടെല്ലാം കൂട്ടായ്മ കാണിക്കുവാൻ, സഹകരണം കാണിക്കുവാൻ കഴിയുന്ന ദൈവത്തിനായി സ്തോത്രം. നമുക്കറിയാം, ഒരു 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 വഴിവക്കൻ കള്ളന്മാരുടെ ആക്രമണത്താൽ വീണ് കിടക്കുമ്പോൾ പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു. അവരവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ മേൽ ഈ വീണ് കിടക്കുന്ന ഈ മനുഷ്യനെ, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കാണാതെ പോയപ്പോൾ അടുത്തത് വന്നത് ഒരു ശമരിയാക്കാരൻ, ഒരു നല്ല ശമരിയാക്കാരൻ. അവൻ വന്ന് അവൻ്റെ മുറിവുകളെ കണ്ട് താൻ പോകേണ്ട വഴികളിൽ അത് മാറ്റിവെച്ച് അവനെ ശുശ്രൂഷിച്ച് അവനെ തോളിലേറ്റി ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ വഴിയമ്പലത്തിൻ്റെ ഉടമസ്ഥനോട് പറയുന്നൊരു വാക്കുണ്ട്: ഇവനെ ചികിത്സിക്കണം, ഇവനെ നോക്കണം. ഞാൻ എന്തെങ്കിലും അധികമായി ചെലവായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ ചെയ്തു കൊള്ളാം. ഒരു നല്ല ശമരിയാക്കാരൻ. എൻ്റെ പ്രിയരെ, ലോകത്ത് നമ്മൾ പലരും കണ്ടും കാണാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ പോകും. എന്നാൽ കാണുന്ന ഒരു നല്ല സഹായകൻ, കാണുന്ന ഒരു നല്ല ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അവൻ നല്ല ശമരിയാക്കാരനാണ്. തണ്ടുവലിച്ചു വലയുന്ന ശിഷ്യന്മാരുടെ നടുവിലും കർത്താവേ, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിലും, കുഷ്ഠരോഗത്താൽ ഭാരപ്പെടുന്ന ആ ജീവിതത്തിന്റെ നടുവിലും വെളുവെളിച്ചമേകുവാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളത് നാം മറന്നു പോകരുത്. ആരെല്ലാം ഭയപ്പെട്ടും എല്ലാവരാലും തള്ളപ്പെട്ടും ഗദരദേശത്ത് കല്ലറകളിൽ ഒരു ഭ്രാന്തനെ പോലെ കിടന്നുറങ്ങിയ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റം വരുത്തി, ആമേ സ്തോത്രം, ആ ദേശത്തൊരു അനുഗ്രഹീതമായ സുവിശേഷകനാക്കി മാറ്റുവാൻ, ആമേ സ്തോത്രം, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ ദൈവവൈതലാക്കി മാറ്റുവാൻ കഴിഞ്ഞ ഒരു ദൈവസ്നേഹം. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിക്കുന്ന, ഈ കർത്താവെ സേവിക്കുന്ന ദൈവവൈതലെ, ദൈവം നിനക്ക് നന്മയല്ലാതെ ഒന്നും ചെയ്യുകയില്ല. തിന്മയാകെ മായ്ക്കുന്നവനാണ് ദൈവം. ചിലപ്പോൾ തിന്മയായിട്ട് നമുക്ക് തോന്നിയെന്ന് വരാം, അതും നന്മയ്ക്കായി ദൈവം മാറ്റുക തന്നെ ചെയ്യും എന്ന് വചനം പറയും. ഏതു പ്രതിസന്ധികളും ഏതു വെല്ലുവിളികളും നമ്മുടെ മുമ്പിൽ ദൈവം നന്മയ്ക്കായി ആമേൻ ആമേൻ ഒരുക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ ഭാഗത്ത് അടുത്ത എന്നിലുള്ള ഭക്തി കുറയാതിരിപ്പാൻ, എൻ്റെ ഭക്തിയെ ഞാൻ അവരുടെ ഹൃദയത്തിൽ, എന്നോടുള്ള എന്നെ വിട്ടുമാറാതിരിപ്പാൻ, എന്നെ അകന്നു മാറാതിരിപ്പാൻ, എന്നോടുള്ള ഭക്തിയെ ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. അതേ പ്രിയരെ, 2025 ദൈവത്തെ വിട്ടുമാറാതിരിപ്പാൻ ഒരു ദൈവഭക്തിയുള്ള മനസ്സും ഒരു ദൈവഭക്തിയുള്ള ഹൃദയവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവനെ വിട്ടുപിരിയാതെ 2025 യേശുവിനോടുകൂടെ ജീവിക്കുവാൻ, യേശുവിനോടുകൂടെ നടക്കുവാൻ, യേശുവിനോടുകൂടെ ജീവിക്കുവാൻ, യേശുവിനോടുകൂടെ നടക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ, നമ്മുടെ വഴിയാത്രയിൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമ്മൾ തളരുമ്പോൾ അവൻ്റെ കരം നമുക്ക് അനുകൂലമായി വരും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അവൻ നന്മ ചെയ്യുന്ന ദൈവമാണ്. 2025 ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ചില നന്മയുടെ ഉറവകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കട്ടെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കട്ടെ. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറക്കട്ടെ. വിശ്വസിക്കുക. അവനോടുള്ള ഭക്തിയെ വിട്ടുകളയാതെ, അവനോടുള്ള സ്നേഹത്തെ വിട്ടുകളയാതെ മുറുകെ പിടിച്ച്
മുന്നോട്ട് പോകുവാൻ സർവശക്തൻ കൃപ തരട്ടെ. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിയിട്ട് 2025 24 ശ്രേഷ്ഠതയോടെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ധരിക്കും. എൻ്റെ ഭക്തി ഒരല്പം പോലും കുറയാതെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിവെക്കുമെന്ന് പറയുവാൻ നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ വാക്യം മറന്നു പോകരുത്. ഞാൻ എൻ്റെ ജനത്തിനെ നന്മ കൊണ്ട് അനുഗ്രഹിക്കാം എന്ന ഒരു ശാശ്വത നിയമം ഞാൻ അവരുമായി ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അവൻ അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. സർവശക്തനാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. വിശ്വസിക്കുക. 2025 മുടങ്ങിയ, നഷ്ടപ്പെട്ട ചിലതിനേക്കുള്ള മടങ്ങി വരവും അനുഗ്രഹത്തിൻ്റെതാക്കി ദൈവം മാറ്റട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൈമാറുക. നിങ്ങൾ സന്തോഷത്തോടെ 2025 അനുഗ്രഹിക്കപ്പെട്ടായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.